എടാ പരമശിവത്തിനെ കിട്ടിയോ? ഇല്ല. എന്റെ പ്ലാൻ എവിടെ ചോർന്നു ഏട്ടാ. നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് അടുത്ത തവണ പിടിക്കാം. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്നാ പോയി കിടന്നു. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞതോ? അയ്യോ, സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറിന് എല്ലാം അറിയാം. എനിക്കല്ല, നിനക്ക്. എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എങ്ങനെയാ ചോർന്നേ? കർത്താവ് ചോർന്നോ? സത്യം പറ, പരമശിവത്തിനെ നിനക്കറിയില്ലേ? എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. ഇടക്ക് അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട്. പരമശിവം നീല നിറത്തില് കഴുത്തേല് മൂർക്കം പാമ്പിനൊക്കെ ചുറ്റി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗേനെ ചാടിച്ചിട്ട് ഈ കാലണ്ടറിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർവതിയുടെ ഹസ്ബൻഡ്, ഗണപതിയുടെ അപ്പൻ പരമശിവൻ. അതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല സാർ. എന്റെ പ്ലാൻ ചോർത്തി ഇവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവനോ? എടാ, പട്ടിണിയും പരിവട്ടായിട്ട് ജോലി തണ്ടി ദുബായി ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം ഒന്നും രക്ഷിച്ചത് ഇവനാ. ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത്. ഇവനെ നീ പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് എന്താ എന്നെ സംശയിച്ചാല്? കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ, ഈ ഞാനാണ് പരമശിവന്ന്. അതാണ് ഞാനാണ് പരമശിവം. നീ അറസ്റ്റ് ചെയ്യടാ. സോറി ഏട്ടാ. അല്ല പിന്നെ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മെക്കിട്ട് കയറാ. എന്താ അത്? നീ പരമശിവനെന്ന് പറഞ്ഞിട്ട് അവരെന്താ വിശ്വസിക്കാഞ്ഞത്? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ചില നേരത്തെ നുണകൾ സത്യമായിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നടക്കരുത്, കിടക്കരുതെന്ന്. ഞാൻ ബാലരമല മായാവി വായിച്ച് ഉറങ്ങിപ്പോയതാ. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ. നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി. അല്ല, ഇവനെന്താ ഈ என்ன சார், நான் தப்பொன்னும் பண்ணலையே. പാണ്ഡ്യൻ, അത് തന്നെയല്ലടാ നിന്റെ പേര്? ஆமா சார். അന്ന് നീ എന്റെ വീട്ടിൽ കുറച്ച് പണമായിട്ട് വന്നിരുന്നില്ലേ? ஆமா சார். അത് കുഴൽപ്പണമായിരുന്നടാ. தெரியாது சார். சென்ற ஜெயிலில் இருந்து பரமசிவத்துக்காகத்தான் நாங்க வந்தது. പരമശിവത്തുക്കായോ? ஆமா சார். പരമശിവൻ ഏട്ടൻ തമ്മിൽ എന്താണ് ബന്ധം? தெரியாது சார். அதுக்கு மேல எனக்கு ஒன்றும் தெரியாது. ഏത് ജയിലാണ് പരമശിവൻ കിടന്നത്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. ബാലു, ദാ വാളയാർ പരമശിവത്തിന്റെ ഹിസ്റ്ററി ബുക്ക്. എടാ, ഈ ഷെയ്ഖുമാരെന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെയല്ലേ? പലതരത്തിലുള്ള ഷെയ്ഖുമാരുണ്ട്. ദുബായ് ഷെയ്ഖ്, ഷാർജ ഷെയ്ഖ്. ഈ ഷാർജ ഷെയ്ഖ് ഷാർജയിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ മിൽക്ക് ഷെയ്ഖ്. മിൽക്ക് ഷേക്ക്? ഒട്ടകത്തിന്റെ പാല് മാത്രം വിറ്റ് ജീവിക്കുന്ന ഷെയ്ഖുകളാണ് മിൽക്ക് ഷെയ്ഖുകൾ. ശരിക്കും അങ്ങനെയുണ്ട്. സത്യം. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതിനല്ലേ പണി. അറബി സംസാരിക്കും. പിന്നെ അറബി സംസാരിക്കാതിരിക്കോ? എല്ലാവരും ഊമയെ കഴിഞ്ഞ അല്ല ഏട്ടൻ അറബി സംസാരിക്കോന്ന്. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ? നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ സംസാരിക്കും. സംഭവം അറബിക്ക് മനസ്സിലാവുകയും ചെയ്യും, എന്റെ കാര്യം നടക്കുകയും ചെയ്യും. ഞാൻ എന്നെ കൊണ്ട് തോറ്റു. എനിക്ക് വയ്യാട്ടോ. നീ കേട്ടോടാ ഇവന്റെ ഓരോ ദുബായ് തമാശ. ഇനിയുണ്ട് കൊറേ. അമ്മ വേഗം ഭക്ഷണം എടുത്തു വെക്ക്. ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കുറെ നാളായിട്ട് ഊണ് ഉറക്കവും ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കുകയില്ലായിരുന്നു. എന്നിട്ടാളെ കിട്ടിയോട്ടാ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന്. 4 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ. ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട്.
നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ? ഞങ്ങളുടെയൊക്കെ മുമ്പിലും സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ. ബാലു, ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനിയൻ ബന്ധമില്ല. സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടൻ ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന് ഓ, വാറണ്ടുണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം. എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്. പരമശിവൻ സ്വന്തം ഏട്ടനാണെന്നറിഞ്ഞോടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്. തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. മേ ഐ കം ഇൻ സർ? ഷാർപ്പ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. SP സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോ മിനിമം SP റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എന്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പോൾ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ? 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. SP, ഇനി അവനെ തൊട്ടുപോകരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി ഞാൻ വിട്ടാരോ? വാ. നിനക്കെന്നെ തല്ലണമെങ്കിൽ അത് വീട്ടിൽ വെച്ചാ കാര്യമില്ലേ? നീ തല്ലി എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ SP സാറിനെ കൊണ്ട് കൊള്ളാം. SI SP യെ കൊണ്ട് തല്ലിക്കുക. ഇവൻ മിടുക്കനാണ് ബായ്, മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. അല്ലേ പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന ഇടഞ്ഞേനെ. ബായ് ബായ് വാ. സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവർ എന്റെ മനസ്സിലുണ്ട് കേട്ടാ. വരട്ടെ സാറേ.